അവൻ തന്റെ അമ്മ കുക്ക് ചെയ്ത് കൊടുക്കുന്ന ഫുഡ് കഴിക്കാതെ സ്കൂൾ കഴിഞ്ഞ് വരുമ്പോൾ അത് വേസ്റ്റിൽ കളഞ്ഞിട്ടാണ് വരുന്നത്. ഒരു ദിവസം അമ്മ അത് കാണുന്നു. അതിനുശേഷം അവനോട് ദേഷ്യം തോന്നുന്നു. അതുപോലെ തന്നെ വീട്ടിൽ എപ്പോൾ ഫുഡ് കഴിക്കാൻ വിളിച്ചാലും എന്തെങ്കിലും പറഞ്ഞ് ഒഴിഞ്ഞു മാറി കഴിക്കാതെ പോകുന്നു. എന്നിട്ട് പുറത്തുപോയി ഹോട്ടലിൽ നിന്ന് ഫുഡ് വാങ്ങി കഴിക്കുന്നു. ഇവൻ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓരോ പ്രാവശ്യവും അമ്മയുണ്ടാക്കുന്ന ഫുഡ് കഴിക്കുമ്പോൾ അവനൊരു നമ്പർ കാണുന്നു. അത് ഓരോ ദിവസവും കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതേസമയം മറ്റാരെങ്കിലും കുക്ക് ചെയ്യുന്നത് കഴിക്കുമ്പോഴോ ഹോട്ടലിൽ നിന്ന് കഴിക്കുമ്പോഴോ ആ നമ്പർ കാണാറില്ല. അത് എന്ത് നമ്പറാണെന്ന് അവന് തന്നെ കൺഫ്യൂഷൻ തോന്നുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അവന്റെ അച്ഛൻ സ്വപ്നത്തിൽ വന്ന് ആ നമ്പർ കൗണ്ടിങ് കഴിയുമ്പോൾ അമ്മ മരിക്കുമെന്ന് പറയുന്നു. അത് കേട്ടവൻ ഞെട്ടി ഉണരുന്നു. അമ്മയ്ക്കൊന്നും സംഭവിക്കാതിരിക്കുന്നതിനാണ് അവൻ അമ്മ കുക്ക് ചെയ്ത ഫുഡ് കഴിക്കാതെ വേസ്റ്റിൽ കളയുന്നത്. അതുപോലെ ഒത്തിരി നാൾ പിടിച്ചു നിൽക്കാൻ കഴിയാത്തത് കൊണ്ട് മറ്റൊരു നാട്ടിലേക്ക് പഠിക്കാൻ പോകുന്നു. അവിടെ പോയത് മുതൽ അവൻ സ്വന്തമായി കുക്ക് ചെയ്ത് കഴിക്കാൻ തുടങ്ങുന്നു. വീട്ടിൽ അമ്മ തനിച്ചാവുന്നു. അങ്ങനെ വർഷങ്ങൾ കഴിയുന്നു. ഒരു ദിവസം അമ്മയ്ക്ക് സുഖമില്ലെന്ന് പറഞ്ഞ് കോൾ വരുന്നു. വന്നു നോക്കുമ്പോൾ വളരെയധികം സീരിയസ് ആണെന്ന് പറയുന്നു. ഒരുപക്ഷെ അമ്മയുടെ ടൈം കൗണ്ടിങ് കഴിഞ്ഞു എന്ന പേടിയിൽ നേരെ വീട്ടിലേക്ക് ഓടി വരുന്നു. ഇനി എത്ര നാൾ ഉണ്ടെന്നറിയുന്നതിനായി അമ്മ കുക്ക് ചെയ്ത് വെച്ചിരുന്ന ഫുഡ് എടുത്ത് കഴിക്കുന്നു. ഉടനെ ആ ടൈം അവന് കാണാൻ കഴിയുന്നു. നോക്കുമ്പോൾ ഇനിയും 119 ദിവസം കാണിക്കുന്നു. അങ്ങനെയെങ്കിൽ അമ്മയ്ക്ക് സുഖം പ്രാപിക്കുമെന്ന് അവന് മനസ്സിലാവുന്നു. കറക്റ്റ് ആ ടൈമിൽ തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് അമ്മയ്ക്ക് ബോധം വന്നെന്ന് പറഞ്ഞ് കോൾ വരുന്നു. അതിനുശേഷം അവൻ അവിടെ നിന്ന് തിരിച്ചു പോകുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അവന് ഭയങ്കരമായി വയറുവേദന വന്ന് ഹോസ്പിറ്റലിൽ പോകുന്നു. നോക്കുമ്പോൾ 3 മാസത്തിനുള്ളിൽ അവനൊരു ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടർ പറയുന്നു. അതിനുശേഷമാണ് ആ നമ്പർ അമ്മയുടേതല്ല അവന്റേതാണെന്ന് മനസ്സിലാവുന്നത്. അതോർത്ത് വിഷമിച്ചുകൊണ്ട് അവൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുന്നു. അവിടെ എല്ലാവരും അവരവരുടെ അമ്മയോടൊപ്പം ഇരിക്കുന്നത് കാണുന്നു. അവൻ അമ്മയെ ഓർമ്മ വരുന്നു. അതുകൊണ്ട് ഇനിയുള്ള കുറച്ചു ദിവസമെങ്കിലും അമ്മ ഉണ്ടാക്കുന്ന ഫുഡ് കഴിച്ച് അമ്മയെ സന്തോഷിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. അവന്റെ ആഗ്രഹം തീരുന്നത് വരെ അമ്മയുണ്ടാക്കിയ ഫുഡ് കഴിക്കുന്നു. അവസാനം കുറച്ചു ദിവസം മാത്രം ബാക്കി നിൽക്കെ അവന്റെ ഓപ്പറേഷൻ കഴിയുന്നു. ഇപ്പോൾ ബാക്കി ഒരു ദിവസം മാത്രം കാണിക്കുന്നു. അതുകൊണ്ട് ഇത്രയും ദിവസം കുക്ക് ചെയ്ത് കൊടുത്ത അമ്മയ്ക്ക് വേണ്ടി ഒരു ദിവസമെങ്കിലും അവൻ കുക്ക് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. അമ്മ അവൻ ഉണ്ടാക്കി കൊടുത്ത ഫുഡ് സന്തോഷത്തോടെ കഴിക്കുന്നു. നോക്കുമ്പോൾ കുറഞ്ഞു വന്നുകൊണ്ടിരുന്ന അവന്റെ നമ്പർ കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ മുതൽ അവന്റെ രോഗം കുറയാനും തുടങ്ങുന്നു. അപ്പോഴാണ് സ്നേഹം വാങ്ങിയാൽ മാത്രം പോരാ, തിരിച്ചും കൊടുക്കണമെന്ന് അവന് മനസ്സിലാവുന്നത്.